ഹലോ മക്കളെ, നമസ്തേ. എ പ്ലസ് ഹിന്ദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാദൽ എന്ന് പറയുന്ന കവിതയാണ് നോക്കാൻ പോകുന്നത്. ഇതാരാണ് എഴുതിയിട്ടുള്ളത്? ഡോക്ടർ ശ്രീപ്രസാദ് ആണ്. കവിതയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് നമ്മുടെ ഈ ഒരു കവിതയിലുള്ള ഒരു പിക്ചേഴ്സൊക്കെ നോക്കിക്കേ. എന്തിൻ്റെ പിക്ചേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്? നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്ന പിക്ചർ കണ്ടോ? എന്താണ് ആ പിക്ചറിൽ കാണുന്നത്? മേഘങ്ങളാണല്ലേ, ആനയെ പോലെയും. സെക്കൻഡ് പിക്ചറിൽ നോക്കിക്കേ, മരങ്ങളെ പോലെ, ആടിനെ പോലെ കുറേ മേഘങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. താഴെ ഒരു മയിലുണ്ട്, അതേപോലെ പശുവുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മഴയെയാണ് അല്ലേ. അപ്പോൾ മഴയെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ്, മഴയിലെ അതേപോലെ മേഘങ്ങളെ കുറിച്ചിട്ടും ഉള്ള ഒരു കവിതയാണ് ബാദൽ എന്ന് പറയുന്നത്. ബാദൽ എന്ന വേർഡിൻ്റെ മീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മൾ 5th പഠിച്ചിട്ടുണ്ട്. എന്താണ് ബാദലിൻ്റെ മീനിങ്? മേഘങ്ങൾ. അപ്പോൾ ഡോക്ടർ ശ്രീപ്രസാദിൻ്റെ മേഘങ്ങൾ എന്ന് പറയുന്ന കവിത നമുക്കൊന്ന് നോക്കിയാലോ. കാലേ കാലേ, കാലേ കാലേ എന്ന് പറഞ്ഞാൽ എന്താ? കാലേ എന്ന് പറയുന്നത് കറുപ്പാണ്. 5ാം ക്ലാസ്സിൽ നമ്മൾ പലതരത്തിലുള്ള കളേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, നിങ്ങൾ ഓർക്കുന്നില്ലേ? കാലേ, കാലേ എന്ന് പറഞ്ഞാൽ കറുത്ത, അതേപോലെ ഇരുണ്ട. ഓക്കെ. പാനിവാലേ, പാനിവാലേ, പാനി എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം അല്ലേ. പാനിവാലേ വെള്ളക്കെട്ടുള്ള, ആസ്മാൻമേ ആകാശത്ത്, ബാദൽ ആയേ എന്തു വന്നു? മേഘങ്ങൾ വന്നു. അപ്പോൾ കറുത്തിരുണ്ട വെള്ളക്കെട്ടുള്ള ആകാശത്ത് മേഘങ്ങൾ വന്നു. ഡാർക്ക് ക്ലൗഡ്സ് കെയിം ഇൻ ദ വാട്ടറി സ്കൈ. കറുത്തിരുണ്ട ആകാശത്ത് അല്ലെങ്കിൽ കറുത്തിരുണ്ട ആകാശത്തേക്ക് എന്തു വന്നു? കറുത്തിരുണ്ട മേഘങ്ങൾ വന്നു. ബോലോ കൈസേ ആക്കർ ചായേ. എന്നിട്ട് നമ്മളോട് റൈറ്റർ ചോദിക്കുകയാണ്, ബോലോ പറയൂ, കൈസേ ആക്കർ ചായേ എങ്ങനെയാണ് ഇത് വന്ന് ആകാശത്ത് പരന്നത്? ടെൽ മീ ഹൗ ദേ കെയിം ആൻഡ് കവേർഡ് ദ സ്കൈ. കൈസേ എങ്ങനെ, ആക്കർ വന്നത്, ചായേ ചായ എന്ന് പറഞ്ഞാൽ എന്താ? പരന്നത്. ഹവാ പക്കടുക്കർ ലാത്തി സർസർ. ഹവ എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റാണ് അല്ലേ. പക്കടുക്കർ എന്ന് പറഞ്ഞാൽ പിടിച്ചിട്ട്. ലാത്തി സർക്കർ, ലാത്തി എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. സർസർ, സർസർ എന്നറിയുന്ന സൗണ്ടിലുള്ള കാറ്റിനെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഓക്കെ. ക്യാച്ചിങ് ദ വിൻഡ് ആൻഡ് ബ്രിങ്ങിങ് ഇറ്റ് റെസ്ലിംഗ് അല്ലേ. മഴ പെയ്യാൻ നേരത്ത് നല്ല കാറ്റടിക്കില്ലേ, അപ്പോൾ ആ കാറ്റിന് ആരാണ്? ഈ മേഘങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ചായ ജൈസേ കാലേ കമ്പൾ. എന്നിട്ടോ ചായ, ചായയുടെ മീനിങ് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ് ചായ? പരന്നു, സ്പ്രെഡ്. ഓക്കെ. ജൈസേ പോലെ, കാലേ കമ്പൾ, കാലേ കമ്പൾ മീൻസ് കറുത്ത കമ്പിളി പുതപ്പിനെ പോലെ ആര് പരന്നു? മേഘങ്ങൾ പരന്നു. ലൈക്ക് എ ബ്ലാക്ക് ബ്ലാങ്കറ്റ് ഇറ്റ് സ്പ്രെഡ്. കിത്തിനെ സുന്ദർ ലഗ്തേ ബാദൽ. എന്നിട്ട് റൈറ്റർ പറയുവാണ്, കവി പറയുവാണ്, കിത്തിനെ സുന്ദർ ലഗ്തേ ബാദൽ. എത്ര മനോഹരമായിട്ടാണ് ഈ ക്ലൗഡ്സിനെ കാണപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് നമ്മൾ ഈ സ്റ്റാൻസയിൽ പഠിച്ചത്? ക്യാച്ചിങ് ദ വിൻഡ് ആൻഡ് ബ്രിങ്ങിങ് ഇറ്റ്സ് റെസ്ലിംഗ് ലൈക്ക് എ ബ്ലാക്ക് ബ്ലാങ്കറ്റ് ദ ക്ലൗഡ് സ്പ്രെഡ് ഓവർ ദ സ്കൈ. എന്നിട്ട് പറയുവാണ്, ഹൗ ബ്യൂട്ടിഫുൾ ദ ക്ലൗഡ്സ് ലുക്ക്. ഏതൊക്കെ രീതിയിലാണ് കാണപ്പെടുന്നത് എന്നാണ് നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. ആകാശത്ത് നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞില്ലേ, എങ്ങനെയൊക്കെയാണ് ആകാശത്ത് ഈ ക്ലൗഡ്സ് കാണപ്പെടുന്നത്? പേടോം ജൈസെ. പേടോം ജൈസെ മീൻസ് പേട് ക്യാ ഹെ? പേട് എന്ന് പറഞ്ഞാൽ മരമാണ്. മരത്തിനെ പോലെ. ജൈസെ എന്ന് പറഞ്ഞാൽ പോലെ. ലൈക്ക് ട്രീസ്. ബേഡോം ജൈസെ. ഭേഡോം ക്യാ ഹെ? ബേഡോം എന്ന് പറഞ്ഞാൽ ചെമ്മരിയാടാണ്, ആടുകളാണ്. ഓക്കെ. ആടിനെ പോലെ. ലഗ്തേ തോന്നുന്നു. ജൈസെ ചൽത്തേ ഗോഡെ നടക്കുന്ന കുതിരയെ പോലെയും തോന്നുന്നു. ബൻജാത്തെ ഹാത്തിക്ക് ജോഡെ. അതേപോലെ ഈ മേഘങ്ങൾ ബൻജാത്തെ ഉണ്ടായിത്തീരുന്നു, ആയിത്തീരുന്നു. ഹാത്തിക്ക് ജോഡെ ഒരു ഹാത്തി ക്യാ ഹെ? ഹാത്തി എന്ന് പറഞ്ഞാൽ ആനയാണ്. ആനയുടെ പെയർ പോലെ കാണപ്പെടുന്നു. കണ്ടോ നിങ്ങൾ ആകാശത്ത് കണ്ടോ ആനകളെ? അപ്പോൾ അത്തരത്തിലൊക്കെ മേഘങ്ങൾ ഈ മഴ വരാൻ നേരത്ത് ആകാശത്ത് ഇരുണ്ട് കൂടുന്നു. ലൈക്ക് ട്രീസ്. പേടോം ജൈസെ ക്യാ ഹെ? ലൈക്ക് ട്രീസ്. പേടോം ജൈസെ ക്യാ ഹെ? ലൈക്ക് ഷീപ്പ്. ലഗ്തേ ജൈസെ ചൽത്തേ ഗോഡെ. ദേ വാക്ക് ലൈക്ക് ഹൗസസ്. ലൈക്ക് ഹാത്തി കെ ജോഡെ ക്യാ ഹെ? ദേ ലൈക്ക് എ പെയർ ഓഫ് എലിഫൻസ്. നന്നേ ജൽക്കൺ ഗയേ ബാപ്പുമൻ. നന്നേ ജൽക്കൺ, നന്നേ എന്ന് പറഞ്ഞാൽ ടൈനി, ചെറിയ ചെറിയ ജൽക്കൺ ജലകണികകളെ. ഗയേ ബാപ്പുബൻ. എന്നിട്ടോ ഒരു ഈ ചെറിയ ചെറിയ ജലകണികകൾ എന്തായിട്ട് മാറുന്നു? ഗയേ ആയിത്തീരുന്നു. ബാപ്പ് ബൻ. ബാപ്പ് ക്യാഹെ? ബാപ്പ്, ബാപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റീമാണ്, നീരാവി ആയിട്ട് തീരുന്നു. നിങ്ങൾ സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. എന്താണ് ഈ മഴത്തുള്ളികൾ അല്ലെങ്കിൽ ജലകണികകൾ നീരാവി ആയിട്ട് അതെന്തായിട്ട് മാറും?
അത് തണുത്തിട്ടാണല്ലേ മേഘങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ? നമ്മൾ ചൂട് തട്ടുന്ന സമയത്ത് പുഴയിലും സമുദ്രത്തിലൊക്കെ ഉള്ള ഈ ജലകണികകൾ ചൂടായി അത് എവാപ്പറേറ്റ് ആയി പോയി അത് ആകാശത്ത് പോയി കൂളാവും. അങ്ങനെയാണ് ആരുണ്ടാകുന്നത്? ഈ മേഘങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, ചെറിയ ചെറിയ ജലകണികകൾ ബാപ്പ് ബൻ ജാത്തേഹെ, എന്താണ്, നീരാവിയായിട്ട് മാറുന്നു. എന്നിട്ട് ഉസി ബാപ്പിനെ, എന്നിട്ട് ആ നീരാവിയാണ് ടെണ്ടക്ക് പായേ, തണുക്കുന്നത്. ബാദൽ ബർസെ ബർസ ആയി, എന്നിട്ട് അത് മേഘമായി തീരുന്നു. എന്നിട്ട് മഴയുണ്ടാകുന്നു. ബർസ ആയി മീൻസ് മഴ ഉണ്ടാകുന്നു. ഓക്കെ, ടൈനി വാട്ടർ പാർട്ടിക്കിൾസ് ടേൺഡ് ഇൻ ടു സ്റ്റീം ആൻഡ് ദ സെയിം സ്റ്റീം കൂൾഡ് ഡൗൺ. And the same steam cooled down, then the clouds are forming, then it rained. അല്ലേ? കർത്തേ ഗഡ്ഗഡ് ആത്തേ ബഡ്ബഡ്, എന്നിട്ടോ ഈ കർത്തേ ഗഡ്ഗഡ്, ഒരു ഗഡ്ഗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമുഴക്കാണ്. നമ്മൾ ഇടി ഉണ്ടാകുന്ന സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാവുമല്ലോ, അതിനെയാണ് ഗഡ്ഗഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സൗണ്ടോട് കൂടിയിട്ട് ആത്തേ ബഡ്ബഡ് അങ്ങനെ വന്നു ചേരുന്നു, അങ്ങനെ ഉണ്ടാകുന്നു. ബിജ്ലി ബാദൽ കോ ചംകായേ, ബിജ്ലി ക്യാഹേ, ഇടിമിന്നലാണ്. ബാദൽ കോ ചംകായേ, ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഈ മേഘങ്ങൾ എന്തായിട്ടുണ്ടാവും? ചംകായേ. ചംകായേ എന്ന് പറഞ്ഞാൽ എന്താ? തിളങ്ങും അല്ലേ? ഇടിമിന്നൽ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആകാശത്തെ? ഈ മേഘങ്ങളൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ടാവും. ഓക്കെ, അതാണ് പറയുന്നത്. ദെൻ ഇറ്റ് റെയിൻ മേക്കിംഗ് ടെൻഡർ ആൻഡ് ലൈറ്റിനിങ് അന്ത്യാരേമേം രാഹദിക്കായേ. അപ്പോൾ ആ സമയത്ത് ഈ മേഘങ്ങൾ തിളങ്ങുന്ന സമയത്ത് അന്ത്യാരേമേം, അന്ത്യാരേ എന്ന് പറഞ്ഞാൽ രാത്രിയിൽ, ഇരുട്ടിൽ, രാഹദിക്കായേ, നമുക്ക് രാഹ് വഴി കാണിച്ചു തരും. അപ്പോൾ നല്ല കൂരിരുട്ടുള്ള സമയത്ത് ഈ മേഘങ്ങളിൽ ഇടിമിന്നൽ ഏൽക്കുന്ന സമയത്ത് ഒരു ലൈറ്റ് ഉണ്ടാവും. ആ ലൈറ്റിൽ നമുക്ക് ആ ഒരു സ്ഥലം കാണിച്ചു തരും അല്ലേ? അതാണിവിടെ പറയുന്നത്. ദ ക്ലൗഡ് ഷോൺ ആൻഡ് ഷോട്ട് ദ വേ ഇൻ ദ ഡാർക്ക്നെസ്. മോർ മകൻ മൻ, മോർ ക്യാഹേ, മോർ എന്ന് പറയുന്നത് പീക്കോക്ക് ആണ്. മകൻ മൻ സന്തോഷിക്കും. ചൂം ഛനൻ ഛനൻ സന്തോഷിച്ചിട്ട് ജൂം ജൂം കർ നാച്ച് ദിക്കായേ, ജൂം ജൂക്കർ ആടിയിട്ട് നാച്ച് ദിക്കായേ ഡാൻസ് കാണിക്കും. നമ്മൾ ഡാൻസ് ചെയ്ത് കാണിക്കും മഴ വരാൻ നേരത്ത് അല്ലേ? ഖുഷ് ഹോക്കർ ഗാന ഗായേ, അതേപോലെ തന്നെ സന്തോഷത്തോടെ പാട്ട് പാടും. ദ പീക്കോക്സ് മൈൻഡ് ഈസ് എൻക്രോസ്ഡ്, ഇറ്റ് ഡാൻസസ് വിത്ത് ജോയ് ആൻഡ് സിംഗ്സ് എ സോങ്. ബർസേ ബാദൽ കൽക്കൽ ചൽ ചൽ. അപ്പോൾ ആ സമയത്ത് ബർസേ ബാദൽ എന്ന് പറഞ്ഞാൽ എന്താ? മഴ പെയ്യും. കൽക്കൽ ചൽ ചൽ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കൽക്കൽ ചൽ ചൽ എന്ന് പറയുന്നത്. തൈർ ചലി കാഗസ് കി നയ്യ, അപ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? തൈർ ചലി, നമ്മൾ ഫ്ലോട്ട് ചെയ്യിപ്പിക്കും. എന്ത്? കാഗസ് കി നയ്യ, കടലാസ് തോണികൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മളിങ്ങനെ ഒഴുക്കി വിടും അല്ലേ? ദ ക്ലൗഡ്സ് റെയിൻ, ദ പേപ്പർ ബോട്ട് ഫ്ലോട്ടർ വിത്ത് എ ഗർഗ്ലിംഗ് സൗണ്ട്. പൂഞ്ച് ഉടാക്കർ ബാഗി ബയ്യ, അപ്പോൾ ആ സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് പൂഞ്ച് ഉടാക്കർ, പൂഞ്ച് എന്ന് പറഞ്ഞാൽ വാലാണ്, ബാഗി ഗയ്യ നമ്മുടെ പശു ഓടിപ്പോകും. ഓക്കെ, ദ കൗ റാൻ അവേ വിത്ത് ഇറ്റ്സ് ടെയിൽ റൈസ്ഡ്. എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ മനസ്സിലാവാത്ത കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്